വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ ഇതൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയിലുള്ള ഡെസ്കിനെയാണ് നമ്മളിന്ന് റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മുന്നേ ചെയ്ത സെറ്റപ്പൊക്കെ മാറ്റുന്നുണ്ട്. വാൾപേപ്പർ സ്റ്റിക്കറൊക്കെ മാറ്റിയ ശേഷം ഇതുപോലെയാണ് ടേബിൾ കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു വാൾപേപ്പർ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഒരു വുഡൻ കളർ വാൾപേപ്പറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഫോട്ടോയിൽ കാണുന്ന പ്രൊഡക്റ്റിൻ്റെയും കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെയും കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. കഴിഞ്ഞ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, വൈറ്റ് വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് കുറേ അധികം ബബിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയത്ത് ബബിൾസ് വരാണ്ടിരിക്കാൻ രണ്ട് സൈഡിലും ആദ്യം തന്നെ ഇതുപോലത്തെ 2 പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എഡ്ജസ് രണ്ടും ഹൈറ്റ് കൂടിയിട്ടുള്ളതുകൊണ്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡും ഒട്ടിച്ചെടുത്ത ശേഷം ടേബിളിൻ്റെ സൈസിന് കണക്കായിട്ട് ഒരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മുന്നേ ഒട്ടിച്ച വൈറ്റ് വാൾപേപ്പർ പോലെയല്ല, ഇത് ടേബിളിൻ്റെ 3/4 ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു വലിയ പീസ് ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ചെറിയ പീസുകൾ കട്ട് ചെയ്ത് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാൾപേപ്പർ ബബിൾസ് ഒന്നും വീഴാണ്ട് ഒട്ടിച്ചെടുക്കുന്നത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ആ ഒരു വലിയ പീസ് ഒട്ടിച്ചെടുത്ത ശേഷം എക്സസ് ആയിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം സൈഡിൽ ഒട്ടിക്കാനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറേ കാലമായി വൈറ്റ് വാൾപേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കളർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിൽ മേക്ക് ഓവർ ചെയ്ത് വന്നപ്പോൾ ഈ ഒരു കളറ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൊത്തത്തിൽ ഒട്ടിച്ച് വന്നപ്പോൾ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ ഫൈനൽ ലുക്ക്. ഇത്രയും നീറ്റായിട്ട് അധികമൊന്നും ബബിൾസ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടേബിളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വാൾ ഡെക്കോറാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന വാൾ പോസ്റ്റേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് മൊത്തത്തിൽ വാൾ പോസ്റ്റേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് മൊത്തത്തിൽ ഒട്ടിച്ച് വന്നപ്പോൾ അതെങ്ങനെയാണ് കാണാനുള്ളത്. അതിൻ്റെ മേലെ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്ന വാൾപേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ആർട്ടിഫിഷ്യൽ ലീവ്സ് അതിലേക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വാൾ ഡെക്കോർ ചെയ്തിട്ടുള്ളത്. വാൾപേപ്പറിലുള്ള ആ ഒരു ഹുക്കിലേക്ക് നമ്മൾ DIY ആയിട്ട് ചെയ്തെടുത്ത ഒരു വാൾ ഹാങ്ങിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വാൾ ഹാങ്ങിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വിഷൻ ബോർഡും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരോ സാധനങ്ങളായിട്ട് ടേബിളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഒരു ടേബിളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ടേബിൾ കാണാനുള്ളത്. കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടേബിൾ ലാമ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോയിലുള്ള ഓരോ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഡെസ്ക് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ചെറിയൊരു ട്രാൻസിഷൻ കാണാം. ട്രാൻസിഷൻ ഞാൻ വിചാരിച്ചത്ര സ്മൂത്ത് ആയില്ലെങ്കിലും ഈ ഒരു ഡെസ്ക് മേക്ക് ഓവർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.